നമസ്കാരം. പ്രിയമുള്ളവരിൽ 2013 മുതൽ പത്തനംതിട്ടയിലെ നൃത്ത സംഗീത വഴികളിൽ നിറസാന്നിധ്യമായ റിതംസ് സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ 10ാം വാർഷികവും 2023 ബാച്ചിന്റെ ശാസ്ത്രീയ നൃത്ത ഭരതനാട്യ മോഹിനിയാട്ട അരങ്ങേറ്റവുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഈ കാര്യപരിപാടിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഈ കാര്യപരിപാടിയുടെ വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്നത് ശ്രീ രാജീവ് ആലിങ്കൽ, അനൂപി കടമനിട്ട, ബഹുമാന്യരായ വ്യക്തികളെ വേദിയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റിതംസിന്റെ ഡയറക്ടർ അഡ്വക്കേറ്റ് രാഗം അനൂപിനെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീമതി സിന്ധു KS, സ്വാഗതം ആശംസിക്കുന്ന ശ്രീമതി ജ്യോതി K നായർ, ആശംസകൾ അർപ്പിക്കുന്ന ഏബിൾ മാത്യു, PK അനീഷ്, ശ്രീമതി ശോഭ K മാത്യു, എല്ലാ വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സിന്ധു ടീച്ചർ അതുപോലെ തന്നെ സ്വാഗതം ആശംസിക്കുന്ന ജ്യോതി J നായർ വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. റിതംസിന്റെ ഡയറക്ടർ അഡ്വക്കേറ്റ് രാഗം അനൂപിനെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി റിതംസിലെ സംഗീത വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ കാര്യപരിപാടിയുടെ സ്വാഗത പ്രസംഗത്തിനായി റിതംസിന്റെ പേരൻ ജ്യോതി K നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. 2013 മുതൽ പത്തനംതിട്ടയുടെ നൃത്ത സംഗീത രംഗത്ത് മാറ്റം വീശിക്കൊണ്ട് അഡ്വക്കേറ്റ് രാഗം അനൂപ് നയിക്കുന്ന റിതംസ് സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ അരങ്ങേറ്റ ഉത്സവം 2023 ഇന്നിവിടെ സമാരംഭിച്ചിരിക്കുന്നു. പ്രസ്തുത പരിപാടിയിലെ 2023 ബാച്ചിന്റെ ശാസ്ത്രീയ നൃത്ത അരങ്ങേറ്റവും കലാസന്ധ്യയും ഉദ്ഘാടനം നടക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് റിതംസിന്റെ അംഗവും ഹയർ സെക്കൻഡറി മലയാളം അധ്യാപികയുമായ
ശ്രീമതി സിന്ധു KS ആണ്. ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ ശ്രീമതി സിന്ധുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത കവിയും 100-ലേറെ ജനപ്രിയ ചലച്ചിത്രങ്ങളുടെ ഗാനരചയിതാവുമായ ശ്രീ രാജീവ് ആലുങ്കലാണ്. നമ്മൾ പത്തനംതിട്ട ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്വദേശിയാണ്. 2004 മികച്ച നാടക ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവാണ്. 2006-ലും 2011-ലും 2018-ലും ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, 2009-2011 വർഷങ്ങളിൽ ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള വയലാർ രാമവർമ്മ അവാർഡ്, ഏഷ്യാനെറ്റ് അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ രാജീവ് ആലുങ്കലിന് ലഭിച്ചു. 2013-ൽ ഗാനരചനാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തൻ്റെ 39-ാം വയസ്സിൽ അദ്ദേഹത്തെ തേടിയെത്തി. ഈ പുരസ്കാരം ലഭിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗാന രചയിതാവാണ് രാജീവ് ആലുങ്കൽ. കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ നാടകം, ആൽബം, സിനിമ രംഗങ്ങളിലായി 4200 ഗാനങ്ങൾ രചിച്ചതിന് 2021-ൽ URF നാഷണൽ റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. 2002-ൽ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന മോഹൻലാൽ ചിത്രം മുതൽ വെട്ടം, കനകസിംഹാസനം, അറബിയും ഒട്ടകവും, മല്ലു സിംഗ്, റോമൻസ്, ചട്ടക്കാരി, നാടോടി മന്നൻ, സൗണ്ട് തോമ, ഹാപ്പി വെഡ്ഡിംഗ്, കുട്ടനാടൻ മാർപ്പാപ്പ തുടങ്ങിയ ശ്രദ്ധേയ ചിത്രങ്ങളിലെ നമ്മൾ കേട്ട ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവാണ്. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള പല്ലന കുമാരനാശൻ സ്മാരക ചെയർമാനായിരുന്നു. ഏകാകികളുടെ ഗീതം, നിലവിളി തെയ്യം, വേരുകളുടെ വേദാന്തം, കനൽ പെണ്ണ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കവിതാ സമാഹാരങ്ങൾ. ഗാനരചയിതാവും ഗാനരചനയും സംഗീതവും നിർവഹിച്ച വളരെ പോപ്പുലറായ അനേകം ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ദേവനന്ദാവനം, നമുക്കെല്ലാം അറിയാവുന്ന മിയക്കുട്ടിയും ഗായകൻ അഫ്സലും ചേർന്ന് പാടിയ മഞ്ചാടി മൈന, അങ്ങനെ പോകുന്നു അനവധി. ഈശ്വരൻ കയ്യൊപ്പ് ചാർത്തി അനുഗ്രഹിച്ച ആ മഹനീയ കലാകാരനായ ശ്രീ രാജീവ് ആലുങ്കലിനെ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പത്തനംതിട്ടയുടെ സ്വന്തം ഗാനഗന്ധർവനായ ശ്രീ അനൂരി കടമ്പനിട്ട 3 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡുകൾ, അതിൽ 2004-ലും 2008-ലും മികച്ച നാടക ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡുകളാണ് നേടിയത്. 3 പ്രാവശ്യം EMS സംസ്കൃതിയുടെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. 17 സിനിമയിൽ പിന്നണി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതോടൊപ്പം 1500-ലധികം ആൽബങ്ങളിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പത്തനംതിട്ടയുടെ തന്നെ സ്വന്തം കലാരൂപമായ പടേനി സംഗീതത്തിൽ അനേകം റിസർച്ചുകൾ നടത്തി. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ മുഖ്യ അതിഥിയായി ശ്രീ അനൂരി കടമ്പനിട്ട സാറിനെ വളരെയധികം സന്തോഷത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സായ ശ്രീ ഏബൽ മാത്യു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യും. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ 2ാം വാർഡ് മെമ്പറായ ശ്രീ PK അനീഷ് സാറിനെ ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ 1ാം വാർഡ് മെമ്പറായ ശ്രീമതി ശോഭ K മാത്യുവിനെ ഏറെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും.
ഈ ഒരു ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ റിതംസിന്റെ ഡയറക്ടർ അഡ്വക്കേറ്റ് ജാഗം അനു. ലോക നൃത്ത ദിനത്തിൽ മാഡം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഒരു ക്യാപ്ഷൻ, നൃത്തം ആത്മാവിൽ അലിഞ്ഞിരിക്കുന്ന ഭാഷയാണ്. അന്ന് പോസ്റ്റ് ചെയ്ത ആ ഒരു ക്യാപ്ഷനിൽ തന്നെയുണ്ട് നൃത്തത്തോടെ മാഡത്തിനുള്ള ആത്മാർത്ഥതയും ഓരോ കുട്ടിയിലും അല്ലെങ്കിൽ ഓരോ കലാകാരിയിലെയും അന്തർലീനമായിരിക്കുന്ന സർഗവാസനയും പ്രത്യേകിച്ചും നൃത്തത്തിലെ ഓരോ കാര്യങ്ങളെയും പോളിഷ് ചെയ്ത് എത്രമാത്രം അവരെ അനുഗ്രഹീതരാക്കാം എന്നുള്ളത് മനസ്സിലാക്കി ഒരമ്മയായി, അനുജതിയായി, ചേച്ചിയായി സർവ രീതിയിലും ഒരാളുടെ എല്ലാ തരത്തിലുമുള്ള സർവതോന്മുഖമായ ഉന്നമനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന റിതംസിന്റെ ഡയറക്ടർ രാഗം അനു, നർത്തകി, നൃത്ത അധ്യാപിക, അതിലേറെ അഭിഭാഷക, ഷോർട്ട് ഫിലിം സംവിധായക എന്നിങ്ങനെ കൂടാതെ കോറിയോഗ്രാഫർ, നല്ല സ്റ്റേജ് പെർഫോമർ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഭരതനാട്യത്തില് ഉള്ള സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർ ഇൻഡിപെൻഡന്റ് അവാർഡ് 2002 മാഡത്തിന് സമ്മാനിക്കുകയുണ്ടായി. അങ്ങനെ റിതംസിന്റെ ആത്മാവായ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട രാഗം ടീച്ചറിനെ ഏറെ സന്തോഷത്തോടുകൂടി സഹർഷം ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇന്ന് ഇവിടെ ഭരതനാട്യം അരങ്ങേറ്റം കുറിക്കുന്ന കലാകാരികൾ, അതേപോലെ മോഹിനിയാട്ട അരങ്ങേറ്റം കുറിക്കുന്ന കലാകാരികൾ, അവരോടൊപ്പം അവരുടെ രക്ഷകർത്താക്കൾ, ബന്ധുമിത്രാദികൾ, അങ്ങനെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതോടൊപ്പം നമ്മുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും, ശ്രീ RLV അരുൺ PS, ശ്രീ ശശികുമാർ തൃപ്പൂണിത്തുറ, ശ്രീ RLV വിനോദ് പനങ്ങാട്, ശ്രീ മുതുകുളം മോഹൻ, ശ്രീ രാജൻ നൂറന, ശ്രീ ശ്രീരാജ് അടൂർ, ശ്രീ മുരുകേശൻ, ശ്രീ മോഹനൻ, എല്ലാ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മഹനീയരായ കലാകാരന്മാരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നിവിടെ നമുക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും നൽകുന്ന പ്രിയം റോ സൗണ്ട്, അതുപോലെ സ്റ്റേജ് ഇത്രയും വളരെ ഭംഗിയായി സ്റ്റേജ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ചെയ്ത ഗോൾഡൻ ഇവന്റ്സ് പത്തനംതിട്ടയ്ക്കും, വീഡിയോ ചെയ്യുന്ന ശരത് ആറന്മുളയ്ക്കും, അങ്ങനെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഈ ഒരു ചടങ്ങിലേക്ക് ഹാർദവുമായി വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി സിന്ധു എസിനെ ക്ഷണിച്ചുകൊണ്ടു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞങ്ങളുടെ റിതംസിന്റെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷകർത്താക്കളെ, കുട്ടികളെ, ഇന്ന് കുറേ കുട്ടികൾ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനുമാണ് അവർ അരങ്ങേറ്റം കുറിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും എത്തിക്കുന്നിക്കുന്നത് ഇത് ആസ്വാദനത്തിന് വേണ്ടിയാണ്. കലയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ആസ്വാദനം തന്നെയാണ്. ഭരതമുനി തന്നെ പറയുന്നുണ്ട്, വിനോദജനകം ലോകേ നാട്യമേഖൽ ഭവിഷ്യത എന്നാണ്. വിനോദം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കച്ചേരി ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് പോവുക, ഒരു നൃത്തം ഉണ്ടെങ്കിൽ അവിടേക്ക് പോവുക, ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ നൃത്ത ആസ്വാദനത്തിന്റെ ഭാഗമായി തീരുമ്പോൾ തന്നെ നമ്മളൊരു നൃത്ത വിദ്യാർത്ഥിയാകാനുള്ള ഭാഗ്യം കൂടി ലഭിച്ച ഒരാളാണ്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് നമ്മൾ ഏത് പദവിയിലിരുന്നാലും, ഞങ്ങളുടെ ഇവിടെ ജില്ലാ ജഡ്ജിയുണ്ട് വിദ്യാർത്ഥികളായിട്ട്, അപ്പം ഞങ്ങൾ ഏത് പദവിയിലിരുന്നാലും ശരി തന്നെ ഒരു സ്ത്രീക്ക് വീടിനുള്ളിൽ നടക്കുന്ന പ്രവർത്തികളെ കുറിച്ച് എല്ലാം തന്നെ അറിയാവുന്നതാണ്. ഞങ്ങൾക്കൊരു അല്പം വിശ്വവേള അതിനൊരു അവസരം ഒരുക്കിത്തന്ന
ഈ വേദിയിൽ ഇതുപോലൊരു അധ്യക്ഷയായിരിക്കാനുള്ള അവസരം ഒരുക്കുന്ന രാഗം ടീച്ചറിനെ ആദ്യമായി നന്ദിപ്പെടുത്തുകയാണ്. സാധാരണ ഒരു നൃത്ത വിദ്യാലയമല്ല പ്രഥംസല്ല ആത്മീയ പറഞ്ഞുകളുണ്ട്. നേരത്തെ പറഞ്ഞു രാഗം ടീച്ചർ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഈ അവാർഡിനേക്കാൾ ഉപരി നല്ല നമുക്ക് എപ്പോഴും നമുക്ക് സമീപിക്കാവുന്ന ഒരു മനഃശാസ്ത്രയെ പോലുള്ള ഏത് വിധത്തിലുള്ള ഒരു സഹോദരി അല്ലെങ്കിൽ അമ്മ ഒരു മനഃശാസ്ത്രം ഇതിൻ്റെ എല്ലാ ഏത് രൂപത്തിലാണ് ഈ കുട്ടികളുടെ മുമ്പിൽ എത്തുകയും തന്നെയുമല്ല കുട്ടികൾക്ക് അവസരോചിതമായിട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ അവിടെ സംഘടിപ്പിക്കുകയുള്ളൂ. വായനാ മത്സരങ്ങൾ, രചനാ മത്സരങ്ങൾ, ക്വിസ് മത്സരങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കുകയും കൂടി. ഇതിൻ്റെ ഇടയിലൂടെ ഒരു കാര്യം കൂടി ഓർക്കുക, വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്, അഡ്വക്കേറ്റാണ്, നൃത്ത അധ്യാപികയാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഞങ്ങളുടെയൊക്കെ ചില ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുകയും കുട്ടികളെ അതിൻ്റെ നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു അധ്യാപിക കൂടിയാണ് ഈ പ്രദേശത്തിലെ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും വിശേഷപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് മുഖ്യ അതിഥികളായി കിട്ടിയിട്ടുള്ളതെന്ന് കൂടി ഈ വേദിയിലിരിക്കുന്നത് നിശബ്ദമായി എന്നാൽ മാത്രമേ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് വ്യക്തികളെയാണ് സിനിമാ രംഗത്ത് വളരെയേറെ പ്രശസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളെയാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ ഉദ്ഘാടനം കാണാൻ വേണ്ടിയിട്ടും ഇവരുടെ രണ്ട് വാക്കുകൾ സശ്രദ്ധം കേൾക്കാനും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റിതംസിന്റെ ഈ അരങ്ങേറ്റ ഉത്സവം 2020-23 ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശ്രീ രാജീവ് ആലിംഗൻ. 125ഓളം സിനിമകൾക്ക് ഗാനരചന നിർവഹിക്കുകയും 300ഓളം പാട്ടുകൾ രചിക്കുകയും തന്റേതായ വ്യക്തിമുദ്ര ആ രംഗത്ത് പതിപ്പിക്കുകയും ചെയ്ത ഒരു മഹനീയ വ്യക്തിയാണ്. ആദ്യം തന്നെ റിതംസിന്റെ പേരിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ അക്ഷരങ്ങളെ പ്രണയിച്ച കവി എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ മാമരത്തണലിൽ ഉറങ്ങാൻ എന്ന ഒറ്റപ്പാട്ടുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ശ്രീ രാജീവ് ആലിംഗൻ എന്ന കവിയെ മലയാളികളുടെ നെഞ്ചോട് ചേർത്ത് വെക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന് തുടങ്ങുന്ന അയ്യപ്പനെ കുറിച്ചുള്ള മനോഹരമായ ഗാനം, ഇതൊക്കെ നമ്മൾ മലയാളികൾക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരികയും എന്നാൽ അതിലുപരി നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമയായ സാധാരണക്കാരനായ കവി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ നിരവധി മാസ്മരികത തൻ്റെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രകടമാക്കിയ കവി. ഒരുപാട് സന്തോഷമുണ്ട് റിതംസിന്റെ ഈ അരങ്ങേറ്റ ഉത്സവം 2020-23 ഉദ്ഘാടനം ചെയ്യാൻ അങ്ങേപോലെ മഹാനായ ഒരു ഗാന സിനിമാ രംഗത്ത് കവി എന്നതിലുപരി ഒരു നല്ല മനുഷ്യ സ്നേഹി, അതിലുപരി നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ നിറഞ്ഞ സ്നേഹത്തോടു കൂടി അരങ്ങേറ്റ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷ, നിങ്ങളെല്ലാവരും നിശബ്ദരായിരുന്നാലേ ഇത് കേൾക്കൂ. വാക്കുകൾ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, പാട്ടല്ല. ഞങ്ങളുടെ വർത്തമാനം കേൾക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മക്കളുടെ പരിപാടി കാണാനാണ് നിങ്ങളോട് വന്നിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഈ യോഗത്തിൽ ഇങ്ങനെ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന് നിങ്ങളെ കാണാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം. ശ്രീ അനൂപി കടമ്പനിട്ടയോടൊപ്പം ഞാൻ ആദ്യമായി ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. 15 വർഷം മുമ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എൻ്റെ പാട്ടിനായിരുന്നു. അത് ഞാൻ സിനിമയിൽ പാട്ടെഴുതാൻ തുടങ്ങിയ സമയമാണ്. നിങ്ങൾ കേട്ട മല്ലൂസിലെ, റോമൻസിലെ, സംതോമയിലെ, ഹാപ്പി വെഡിങ്ങിലെ, വെട്ടത്തിലെ, അങ്ങനെ കുറേ സിനിമകളിലെ പാട്ടുകൾ എഴുതിയത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് നന്നായി അറിയാം.
ഞാനൊരു 5 വർഷം സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ മാർക്കിട്ട ഒരാളാണ്. ഞാൻ ലളിതഗാനത്തിനൊക്കെ മാർക്കിടാൻ നേരത്ത് ശ്രുതി ചേർന്നില്ലെങ്കിലും 80 മേൽ മാർക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കും. എനിക്കറിയാം ശ്രുതി ചേരാതെയാണ് പാടുന്നത്, ചിലപ്പോൾ തെറ്റിപ്പോകും, ചിലപ്പോൾ പാട്ട് മറന്നു പോകും. അപ്പൊ തന്നെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെയാണ് സങ്കടപ്പെട്ടു നിൽക്കുന്നത്. പാടാൻ തുടങ്ങുമ്പോഴേ അടുത്ത് നിൽക്കുന്ന സംഗീതമൊക്കെ നന്നായി പഠിച്ചിട്ട് മാർക്കിടാനിരിക്കുന്നവർ പറയും കുട്ടിയുടെ ശബ്ദം പോരാ എന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് പറയും, ആ കുട്ടികളുടെ ശബ്ദം ചേഞ്ച് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ശബ്ദം പോരുന്നു, യേശുദാസിനെ പോലെ ആവുന്നില്ലെന്നും ചിത്രയെ പോലെ കിളി ശബ്ദമില്ലെന്നൊന്നും പറയരുത്. അവർ ഇനി പാടി ശരിയാവും. അതുമാത്രമല്ല, ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരൊന്നും അല്ല നാളെ ആഘോഷിക്കപ്പെടുന്നത്. ഞാൻ ഒരു ഒറ്റ മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടി. സംസ്ഥാന സ്കൂൾ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടില്ല, സബ് ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിലേക്കാണ് എനിക്കന്ന് തേർഡ് പ്രൈസ് കവിതാരചന. സ്കൂളിൽ മാത്രമേ ഫസ്റ്റ് പ്രൈസ്. അന്ന് കവിതാരചനയിൽ ഫസ്റ്റ് കിട്ടിയതിന് എവിടെ പോകണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സമ്മാനം കിട്ടിയവരേക്കാൾ നന്നായി പാടാനും അഭിനയിക്കാനും നൃത്തം കളിക്കാനും ഒക്കെ പിൽക്കാലത്ത് കുറെ ആൾക്കാരുണ്ടാവും. മത്സരത്തിൽ മാത്രം പങ്കെടുത്തിട്ട് നന്നായി അങ്ങനെ തിളങ്ങുക എന്നതിനപ്പുറം നൃത്തം കളിക്കുന്നവരെ കണ്ടാൽ അറിയാം, അവർ സ്വയം ആസ്വദിച്ചാണ് കളിക്കുന്നത്. അവരുടെ ചലനം കണ്ടാൽ അറിയാം. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നിങ്ങളുടെ ടീച്ചർ. ഇങ്ങനെ ഒരു പേരുള്ള ഒരാളെ എൻ്റെ വീട്ടിലെ ടീച്ചറും ഭർത്താവും മകനും കൂടി ക്ഷണിക്കാൻ വലിയ സന്തോഷകരമായ ഒരു ശ്രീ അനിൽ എന്ന് പറയുന്ന പ്രശസ്തനായ ഗായകനാണ് എന്നെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഞാൻ ടീച്ചറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്ത് ഭംഗിയുള്ളൊരു ടീച്ചർ, എന്ത് അഴകാണ് ആ ടീച്ചറുടെ മുഖത്ത്. ആ ടീച്ചറുടെ മുഖത്ത് വലിയ പ്രസരിപ്പാണ്, കണ്ണുകൾക്ക് തിളക്കമുണ്ട്. അങ്ങനെ ഒരാൾ നൃത്തം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ കണ്ണിലേക്ക് ആ തിളക്കം പതുക്കെ ഉണ്ടാവും. എന്തിനാണ് നൃത്തം കളിക്കുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് വെച്ചൊരു സന്തോഷിക്കണോ? സ്വയം ആഘോഷിക്കുകയാണ് ഞാൻ എന്ന എൻ്റെ സത്വത്തെ. സ്വയം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആണ് നൃത്തം കളിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. സ്വയം ഇഷ്ടപ്പെടാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളെ ഇഷ്ടപ്പെടുത്താൻ കഴിയില്ല. പാട്ട്, നൃത്തം എന്നൊക്കെ പറയുന്നത് കേവലമാണ്. പാലക്കാട് ബോർഡർ കഴിഞ്ഞാൽ യേശുദാസ് അല്ല വലുത്. നിങ്ങൾക്കറിയാമല്ലോ ഹോർലിക്സിന്റെ പരസ്യം. അമേരിക്കയിൽ ഹോർലിക്സിന്റെ പരസ്യം ശാന്തമായി ഉറങ്ങാനാണ്. ഈ പൊടി തന്നെ ഇവിടെ ഉണരാൻ വേണ്ടിയാണ്. രണ്ടും ഒരു പൊടിയാണ്, പക്ഷെ രണ്ടിടത്തും 2 പരസ്യമാണ്. അമേരിക്കയിലെ പരസ്യം ഈ ഹോർലിക്സ് കഴിച്ച് സ്വസ്ഥമായി ഉറങ്ങാം എന്ന കാര്യം. ഉണർന്നുണർന്ന് ഒരു മനസമാധാനവുമില്ലാത്ത ജനതയ്ക്ക് ഈ പൊടി കൊടുത്താൽ ഉറങ്ങാമെന്ന് ഒരു മാനസികമായ ഒരു ആഹ്വാനം നൽകുകയാണ്. ഇവിടെ ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ എപ്പോഴും ഉറക്കാണ്. അതിൽ ഈ പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പാട്ട് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് അങ്ങനെയാണ്. പാട്ട്, നൃത്തം ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇതിന്റെ അനുഗ്രഹമാണ്. അപ്പൊ ഞാനൊരു 14,000-ലേറെ പാട്ടുകൾ 30 ദിവസം കൊണ്ട് എഴുതിയിരുന്നു. അപ്പൊ നിങ്ങൾ കേട്ട പാട്ടൊക്കെ 25 വർഷം മുമ്പുള്ള പാട്ടാണ് കേട്ടോ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്. എനിക്ക് 23 വയസ്സുള്ളപ്പോൾ ഞാൻ എഴുതിയ പാട്ടാണ്. അന്നല്ല, ഒരു 10-15 വർഷമായിട്ട് പിന്നെ എന്നെ ഒരു ഒറ്റ പേരും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് കേട്ട് ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും. ഞാൻ ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് എഴുതിയ പാട്ടാണ് സാമവേദം നാവിലുണർത്തിയ സ്വാമി. ഈ പാട്ട് കേട്ട് പോലൊരു ശബരിമലയിൽ പോയി എന്നല്ലാതെ എനിക്ക് ശബരിമലയിൽ പോകാൻ പിന്നെ 5-6 വർഷം താമസിക്കുന്നു. ഞാൻ എന്റെ കാര്യം പറയുമല്ലോ, ഈ ഗുരുത്വം പറയുന്ന കാര്യം പറയുമല്ലോ. എൻ്റെ ആദ്യത്തെ സിനിമ ഹരിഹരനുള്ള കാപ്പിയാണ്. ഇവിടെ മോഹൻലാൽ പടം. വർഷം 22.
എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് ജനിക്കുന്നതിന് മുമ്പേ ഞാൻ സിനിമ പാട്ട് എഴുത്തുകാരനാണ്. എന്നെ ആദ്യം കേൾക്കുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ പരിചയമുള്ളവരൊക്കെ ഉണ്ട്. സാമൂഹികമായി ഇതൊക്കെ കേൾക്കണമല്ലോ. യേശുദാസിനോട് ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് വിമാനത്തിൽ വെച്ച് ചോദിച്ചൊരു പള്ളിയിലച്ചനെ കുറിച്ച് ഈയിടെയും ദാസാർ പറഞ്ഞു. പാട്ടൊക്കെ പാടി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പള്ളിയിൽ ചോദിക്കുകയാണ് ആരോട്? യേശുദാസിന്. അപ്പൊ ഞങ്ങളെ പോലുള്ള എഴുത്തുകാരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഈ യോഗത്തിൽ ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമില്ല. എത്രയോ ഹിറ്റ് എഴുതിയിട്ടും ഒരൊറ്റ പാട്ട് ഒന്ന് മൂളാനുള്ള ഭാഗ്യം എനിക്കില്ല. എന്താണെന്നറിയാമോ? നമ്മൾക്ക് ബാത്റൂം സിംഗേഴ്സാണ്. മനോഹരമായി ഹരിവരുളിയിലൊക്കെ പാടുമെന്ന് നമുക്ക് സ്വയം വിചാരം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കൂട്ടിട്ടുള്ളൂ. ഇവിടെ ഒരു ഓടാമ്പൽ വെച്ച് പതുക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ വോക്കൽ കോഡ്. അത് ദൈവം തുറന്നു കൊടുത്തവന്റെ പേരാണ് അനൂപി കടന്നിട്ട. രാജീവാലിന്റെ ആ വോക്കൽ കോഡ് പതുക്കെ സാക്ഷിയായിട്ട് ദൈവം അടച്ചു വെച്ചിട്ട് പറയുന്നു, നീ പാടണ്ട, എഴുതിയാൽ മതി. എനിക്കെങ്ങാനും പാടാനുള്ള കഴിവ് തന്നിരുന്നെങ്കിൽ ഞാൻ ഗാനങ്ങൾ നടത്തിയാണ്. എന്റെ തന്നെ എത്ര ഹിറ്റ് പാട്ടാ. പക്ഷെ ദൈവം അത് സമ്മതിച്ചില്ല. എത്ര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അറിയോ പാട്ട് പാടുക. ഞാൻ എൻ്റെ മോൻ ഒരു പാട്ടുകാരനാണെന്ന് സ്വപ്നം കണ്ടുപോകാൻ ജനിക്കുന്നതിന് മുമ്പ്. പക്ഷെ അവനും പാട്ടുകാരനാണ്, അവന് പാടാനുള്ള കഴിവില്ല. ഇത് ചെറിയ കാര്യമല്ല എന്ന് ഞാൻ ട്രൈ ചെയ്യണം. അപ്പൊ ചോദിക്കും എഴുത്ത് അത്ര ചെറിയ കാര്യമാണോ? അത് ഞാൻ എൻ്റെതായതുകൊണ്ട് ഞാനത് സാഹചര്യത്തിൽ പറയുന്നില്ല. ഞാൻ ഹരിഹരൻപിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിൽ നിങ്ങൾക്കറിയാം, തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ തരളമായ നുരാഗമുഖം. ഇതിന്റെ ട്യൂണിലൊന്നും അല്ല കേട്ടോ. നീ ഇങ്ങനെ പാടാൻ എനിക്ക് 28 വയസ്സുള്ളപ്പോൾ ഞാൻ എഴുതിയ ആദ്യത്തെ സിനിമാ പാട്ട് ഇതിന്റെ ഈണം സ്റ്റീഫൻ ദേവസി എന്ന 19 വയസ്സുകാരൻ. ആ പാട്ട് പിക്ചറൈസ് ചെയ്തത് പ്രിയദർശന്റെ അസോസിയേറ്റ് ആയിരുന്ന വിശ്വൻ വിടുതലായിരുന്ന വിശ്വനാഥ്. ആ സിനിമയിൽ ഒരു പിന്നണി ഗായകനെ അവതരിപ്പിച്ചു അതിന്റെ പ്രൊഡ്യൂസർ കലാഭവൻ ജിമ്മി. അതിലൊരു തിരക്കഥാകൃത്ത് പുതിയ ആളാണ്. എല്ലാവരും പുതുമുഖമാണ്. എത്രയും പറയാൻ കാര്യം, ആരും ഇതുവരെ രണ്ടാമത്തെ പടം ചെയ്തിട്ടില്ല ഞാനല്ലാതെ. സ്റ്റീഫൻ ദേവസി മാജിക്കൽ മ്യൂസിക് എന്നായിരുന്നു ഹരിഹരൻപിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിന്റെ പാട്ടിന്റെ പരസ്യം. സ്റ്റീഫന് പോലും ഈയിടെയാണ് ഒരു രണ്ടാമത്തെ പടം ചെയ്യാൻ കഴിയുന്നത്. എന്നെ പോലും സാധാരണക്കാരൻ 125 പടത്തിൽ പാട്ട് എഴുതി 25ാമത്തെ വർഷവും നിങ്ങളിങ്ങനെ നിൽക്കുന്നത് ഗുരുത്വമുള്ളതുകൊണ്ടാണ്. ഗുരുത്വമില്ലെങ്കിൽ ഒന്നും നേടാനാണ്. ഒരുത്തന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ കൃപയുടെ ചുംബനം ഉണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലായി? പാടാനൊക്കെ പാട്ട് പഠിക്കാനൊക്കെ പോകുന്നത് നിങ്ങളാണ്. നൃത്തം കളിക്കാൻ പോകുന്നത് നിങ്ങളാണ്. നൃത്തം പഠിക്കാൻ പോകുന്നത് നിങ്ങളാണ്. ടീച്ചർ പഠിപ്പിക്കും. എത്രയോ പേരെ ടീച്ചർ പഠിപ്പിക്കും. പക്ഷെ ഒരു ഉമ്മ ദൈവത്തിന്റെ കിട്ടാതെ അയാളെ നമ്മൾ അറിയില്ല. ആ ഉമ്മ എൻ്റെ കുഞ്ഞിനെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഈ വേദി ഉപയോഗപ്പെട്ടത്. അങ്ങനെ ഒരു പഞ്ചായത്തിൽ ചിലപ്പോ 100 പേരും 20 പേരും പോലും ഇല്ല കലാകാരന്മാരെ. ഒരു പഞ്ചായത്തിൽ 2 പേരെ ഉണ്ടാവും. പത്തനംതിട്ട പഞ്ചായത്തിൽ നർത്തകി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയ ഒരാളുണ്ടാവും. അയാൾക്ക് മറ്റൊരാളോട് അസൂയ ഉണ്ടാകരുത്. കാര്യം കലാകാരന്മാർക്കാണ് ഒരാൾക്ക് മറ്റൊരാളോട് അസൂയ ഉണ്ടാവും. വേറെ ആർക്കും ഇല്ല. രാജീവാലിനെ കുറിച്ച് പാൽക്കാരനും മീൻകാരനും കോൺട്രാക്ടറും ഒക്കെ അസൂയോടെ സംസാരിക്കും. അവർക്ക് എന്ത് കാര്യം? ഇതുപോലെ എഴുതുന്നൊരുത്തിനോ പാടുന്നൊരുത്തിനോ നമ്മളെ കുറിച്ച് കുറ്റം പറയും. കലാകാരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അസൂയ, കുശുമ്പ്. എൻ്റെ കുഞ്ഞിൻ്റെ ഡാൻസ് മാത്രം കണ്ടിട്ട് ഒറ്റ ഓട്ടം. മറ്റേ കുഞ്ഞിന്റെ ഡാൻസ് കൂടി കാണുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ കൈയടിക്കുന്നത് പാട്ട് നന്നായതുകൊണ്ടല്ല, പിന്നെ പാടിയവരുടെ ജീവിതത്തെ ബഹുമാനിക്കുക. ഒരു നൃത്തം കണ്ടിട്ട് അവസാനം നമ്മൾ കൈയടിക്കുന്നത് നൃത്തം നന്നായതുകൊണ്ടൊന്നുമല്ല, പിന്നെ നൃത്തം കളിച്ചവരുടെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ, പ്രണയത്തെ ഒക്കെ ബഹുമാനിക്കും. അത്തരത്തിൽ എൻ്റെ കുഞ്ഞിന് മാത്രമല്ല പ്രണയവും സ്വപ്നങ്ങളും എന്നും അപരന്റെ കൂടി ഒരു സ്നേഹം തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ സന്ദേശം. വലിയ പേരുണ്ട്, അപരോന്മുഖ ദർശനം. കല അങ്ങനെയാണ് അല്ലേ? ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്? നിങ്ങൾ വായിക്കണം. ഒരു 4:30 ശരീരം വിൽക്കാൻ പോകുന്ന ഒരമ്മയുടെ കഥയാണ്.
ജീവിക്കാൻ വകയില്ലാതെ 4-4:30 ശരീരം വിൽക്കാൻ പോവുകയാണ്. കുളിച്ചൊരുങ്ങിയിട്ട് മക്കളോട് നേരത്തെ കിടന്നുറങ്ങിക്കുവാൻ ആ അമ്മ പറയുകയാണ്. അങ്ങനെ ഒരു അമ്മ നമ്മുടെ വീട്ടിലെ വടക്കോശം ഉണ്ടെങ്കിൽ നല്ല ചേച്ചിയാണെന്ന് നമ്മൾ പറയും. പക്ഷെ ആ കഥ വായിച്ചു കഴിയുമ്പോൾ ആ ചേച്ചിയോട് നമുക്ക് വല്ലാത്ത സഹതാപം തോന്നും. 1000 രൂപ ആ ചേച്ചിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മുടെ വീടിന്റെ വടക്കൂറാണെങ്കിൽ തോന്നില്ല, കഥ വായിക്കുമ്പോൾ തോന്നും. കിരീടം കാണാൻ നേരം നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സങ്കടങ്ങളാണ്. സിനിമ പകുതിയായപ്പോൾ നമ്മുടെ സങ്കടം മറന്നു. പിന്നെ സേതുമാധവൻ വല്ലാതെ കരഞ്ഞുകൊണ്ട് അയാളുടെ ജീവിതം തുലഞ്ഞു പോയി എന്ന് വിചാരിച്ച് വ്യാകുലപ്പെട്ടപ്പോൾ നമ്മുടെ സങ്കടത്തിൽ മറന്നുപോയി. ചെമ്മീൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കറുത്തമ്മയും പെരിയക്കുട്ടി കൂടി കല്യാണം കഴിക്കുന്നേ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ ചിറ്റയുടെ മക്കളായിരുന്നല്ല. ആരുടെയോ സങ്കടം നമ്മുടെ സങ്കടമാണെന്ന് തോന്നാൻ ഈ അരങ്ങുകൾ ഉപകരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഈ വേദിയിലേക്ക് പറയാൻ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടിയാണ് കല. എത്രയോ പേർ സങ്കടപ്പെട്ടിരിക്കുകയാണ്, വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആർക്കും എക്സ്പ്രസ് ചെയ്യാനറിയില്ല. ഞാൻ എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഒരു കവിത എഴുതി തീർന്നു കളയും. ഒരു പാട്ട് എഴുതിയാൽ തീരുന്നതേ ഉള്ളൂ എൻ്റെ വിഷാദം. ജീവിതത്തിൽ വേണ്ട വിഷാദങ്ങളൊക്കെ ഉണ്ട് അവിടെ കിടക്കുന്നു. അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് തീർക്കാനൊരു കലയില്ലാതെ എന്തോരം പേരാണെന്നറിയാമോ വിമ്മിട്ടപ്പെട്ടിരിക്കുന്നു. എന്തോരം പേരാണ് ഒരു പാട്ട് പാടാൻ കഴിയാതെ, നന്നായി പാടാൻ അറിയാവുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വല്ലാത്ത നൊമ്പരങ്ങൾ ഉണ്ടാവില്ല. പാടിക്കഴിയുമ്പോൾ അയാൾ പതുക്കെ ഒന്ന് റിലാക്സ് ആവും. ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ കിലോമീറ്ററുകൾ പറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു പറഞ്ഞത് ശോഭനയാണ്. ശോഭനയ്ക്ക് ദുഃഖമൊന്നുമില്ല എന്നല്ല കേട്ടോ, ശോഭനയ്ക്കും ദുഃഖമുണ്ട്. കോടീശ്വരിയാണ് നടക്കുന്ന കാര്യമൊന്നും മഞ്ജു വാര്യർക്കും ദുഃഖമുണ്ട്. ലോകത്തെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാർ ആരൊക്കെയുണ്ടോ നിങ്ങൾ അസൂയപ്പെടുന്നവർ, അവർ നിങ്ങളെക്കാൾ ദുഃഖത്തിലാണ്. ഉരുകിയാലേ ഒരാൾക്ക് ഉയർച്ചയുള്ളൂ. ഉരുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അയാളെ ആരാധിക്കുന്നത്. സൂര്യനെ നമ്മൾ ആരാധിക്കുകയാണ്, അയാൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന എത്രയോ പേരുണ്ടോ അവരൊക്കെ സങ്കടത്തിലാണ്, യേശുദാസ് ഉൾപ്പെടെ. ഇനി ഏതൊക്കെ സങ്കടമാണെന്ന് ചോദിക്കരുത്, നമ്മളെക്കാൾ സങ്കടത്തിലാണ്. പിന്നെ നമ്മുടെ സങ്കടം ചെറുതാണെന്നും മറ്റൊരാളുടെ സങ്കടം വലുതാണെന്നും തോന്നാൻ, ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്താൻ. ഒരു കറുത്ത പെണ്ണ് നൃത്തം കളിക്കാൻ വേണ്ടി കണ്ണാടി നോക്കിയിട്ട് നാണം വന്ന ഒരു പ്രശസ്തമായ കഥ. കണ്ണാടി നോക്കിയിട്ട് നാണം വന്നു. അപ്പോ ഒരു ഗുരു പറഞ്ഞു, ഈ കിരീടം വെച്ച് കളിച്ചാൽ നല്ല മിടുക്കിയായിട്ട് നല്ല ഭംഗിയാണ് എന്നെ കാണാൻ. ഈ കിരീടം ഒന്ന് വച്ചാൽ പറയുന്നത് കിരീടം വെച്ചു. കണ്ണാടി നോക്കിയപ്പോൾ അവൾ 10 മടങ്ങ് സൗന്ദര്യമുള്ളവളായിട്ട് അവർക്ക് തോന്നി. അവൾ ഓടിപ്പോയി വേദിയിൽ കയറി ഡാൻസ് കളിച്ചിട്ട് കണ്ണാടി നോക്കിയപ്പോൾ ആ കിരീടം അവിടെ ഇല്ല. ഓടിപ്പോയപ്പോഴേ കിരീടം താഴെ പോയതാണ്. പക്ഷെ കിരീടം അവിടെ ഉണ്ടെന്ന് ഓർത്തിട്ട് അവൾ സ്വയം മറന്ന് ഡാൻസ് കളിച്ചു എന്നാണ്. ഞാൻ സൗന്ദര്യവതിയാണെന്ന് എനിക്കാണ് ആദ്യം ഓർക്കുന്നുണ്ടാവുന്നത്. രാവിലെ എഴുന്നേക്കാൻ നേരത്തെ കണ്ണാടിയിൽ നോക്കി ഒത്തിരി ഉമ്മ കൊടുക്കണം, എന്നിട്ട് പറയണം എന്ത് സുന്ദരിയായി നീ എന്ന് സ്വയം ചോദിക്കണം. നിന്റെ കണ്ണ്, നിന്റെ മൂക്ക്, നിന്റെ നിറം, ആരാ പറഞ്ഞത് കറുപ്പ് മോശം? ലോകത്തെ ഏറ്റവും വലിയ സുന്ദരികളൊക്കെ കറുത്ത ആൾക്കാരാണ്. ഭാനുപ്രിയവും സൗന്ദര്യമൊന്നും മോഹിനിക്കില്ല. വെളുത്താണോടൊന്നും കാര്യമൊന്നും. ഭാനുപ്രിയയുടെ സൗന്ദര്യമൊന്നും മോഹിനിക്ക് ജന്മത്തിൽ കിട്ടില്ല. കറുപ്പിനൊരു അഴകുണ്ട്, കണ്ണിന്റെ തിളക്കത്തിന് ഒരു വശ്യതയുണ്ട്. ഇതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകണം. കുഞ്ഞുങ്ങളോട് കല്യാണം വരെ നൃത്തം കളിക്കാൻ പോകും, അത് കഴിഞ്ഞാൽ ഭർത്താവ് വഴക്കിടുമെന്നല്ല പറയുന്നത്. ഇത് അവസാനം വരെ എൻ്റെ സ്വയം തിരിച്ചറിയാനുള്ള ഉപാധിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് കുറെ കഴിഞ്ഞ് അവർ കല്യാണം കഴിക്കുമ്പോൾ അയാൾക്ക് കൂടി കണ്ണിലായിട്ടുള്ള ഒരു കലയാണ് ഇതെന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞൊരു ആനന്ദം പതുക്കെ ഒരാൾ തല്ലിക്കെടുത്തിയിട്ട് ഒരു ഇരുട്ടിലേക്ക് അവളെ വലിച്ചിരിക്കുന്നത് പോലെ അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടാണ് കല്യാണം. ഞാൻ ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ നൃത്തം കളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഞാൻ സ്വയം അഭിനന്ദിക്കപ്പെട്ടിരിക്കുന്നു, സ്വയം അഭിമാനപൂരിതയായിരിക്കുന്നു എന്നൊരു പെൺകുട്ടിക്ക് തോന്നും. അത് കുറെ കഴിയുമ്പോൾ തീർന്നു പോകുന്ന ഒന്നാകരുത്. ഒരു കോന്തന് കെട്ടിച്ചു കൊടുക്കരുത് എന്ന് പച്ച മലയാളം. ഒരു വെട്ടുപോളിനെ കെട്ടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ തീർത്തു കളയരുത്. അവൻ ചിലപ്പോൾ ഡോക്ടറായിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, പണക്കാരനായിരിക്കും. നീ അങ്ങനെയൊന്നും കൂട്ടിച്ചേരണ്ട, അങ്ങനെയൊന്നും എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ അഴിഞ്ഞാടണ്ട എന്നൊക്കെ പറയുന്ന ഒരുത്തിനെ നേർബാധിയാക്കി തീർത്തു കളയാനുള്ളതല്ല. അങ്ങനെ
രാഗം ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്ന കലയുടെ ആർദ്രത എക്കാലവും നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് മാത്രമായിട്ട് ആനന്ദിക്കാൻ അഭിമാനിക്കാൻ ഒരുപാട് പേരുകളുണ്ടാവും. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, നിർത്താൻ പോയാണ്. 5 കുതിരകളുടെ മേത്ത് കയറിയിട്ട് ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാഹിച്ചപ്പോഴത്തേക്ക് കുതിരകൾ ഒരു തടാകത്തിൽ ചെന്നു. ഈ മേലെ കയറിയിരിക്കുന്നവരും ഒരു മൂല വെള്ളം കുടിക്കണം, ഒരു കുതിര വെള്ളം കുടിക്കണം. ഒരു കുതിര മാത്രം വെള്ളം കലക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മറ്റൊരാൾ അനുഭവസ്ഥൻ പറയുകയാണ്, കുതിര തന്റെ പ്രതിബിംബം തടാകത്തിൽ കണ്ടിട്ട് മറ്റൊരു കുതിരയാണെന്ന് ഓർത്തിട്ട് അവൻ കുടിക്കണമെന്ന് ഓർത്ത് കലക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കലക്കി കുടിക്കരുത്. എല്ലാവർക്കും ഉള്ള വെള്ളം ഈ ലോകത്തുണ്ട്. ഒരാളുടെ ഡാൻസ് കണ്ടിട്ട് അസൂയപ്പെടുകയൊന്നും വേണ്ട. നാളെ എൻ്റെ വേദിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ഡാൻസിനെ, കലയെ, പാട്ടിനെ ഒക്കെ അഭിനന്ദിക്കാൻ, നിറഞ്ഞ് അഭിനന്ദിക്കാനുള്ള ഒരു വലിയ ഹൃദയവിശാലത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞ് വേദിയിൽ ഇങ്ങനെ ആണ്ടി തീർക്കുമ്പോൾ നിങ്ങൾ പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഏതുതരം അനുഭൂതിയെക്കാളും വലിയൊരു അനുഭൂതി, ഈ അനുഭൂതി അനുഭവിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് ഞങ്ങളുടെ വാക്കിന് പ്രസക്തിയില്ല. അപ്പൊ നിങ്ങളുടെ മക്കൾ കലാഭിരുചിയുള്ളവരായി മാറി എന്നുള്ളത് ചെറിയ അഭിരുചി ഉണ്ടെങ്കിലേ അതിനെ വികസിപ്പിക്കണം. എത്ര പാടുപെട്ടാലും അതിനെ ഒരു ഗായകനാക്കില്ല. അതുകൊണ്ടാണ് അംബാനിയുടെ മൂത്ത മകൻ കവിയാകാത്തത്. ടാറ്റയുടെ മൂത്ത മകള് ലോകപ്രശസ്ത നർത്തകയാകാൻ പോകാറുള്ളത് അതുകൊണ്ടാണ്. അദാനിയുടെ ഇളയ മകൾ ലോകത്തെ ഏറ്റവും വലിയ ചിത്രകാരിയായല്ലോ. പൈസ ഉണ്ട്, പക്ഷെ ഒരു പണി നടക്കില്ല. ഈ സൈസ് ആ സൈസ് എടുക്കില്ല. അതിന് ദൈവം ചിലരെ തീരുമാനിച്ചു. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാറാനുള്ള ഏറ്റവും ഭാഗ്യം ഉണ്ടാവണം എന്ന് മാത്രം ആശംസിക്കാൻ ഞാൻ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. 100 പവൻ വിട്ട് 100 പവൻ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് എത്ര പവനുണ്ട്? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, 1 പവൻ പോലും തികച്ചില്ല. എന്റെ സ്വപ്നമായിരുന്നു 5 പവൻ മാലയുണ്ടാവും. എന്നെ കെട്ടിയാളുകളുടെ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് 1 പവൻ തികച്ചെനിക്ക് മേടിച്ചു തരാൻ പറ്റില്ല. പാവമാണ്, കൂലിപ്പണിയാണ്. അപ്പൊ മറ്റേ പൊങ്ങച്ചക്കാരി പറഞ്ഞു, എനിക്ക് 100 പവനുണ്ട്, ഭർത്താവിന്റെ 500 പവൻ ലോക്കറിലാണ്, 2 പെമ്മക്കളാണ്, അവർക്ക് 2 പേർക്ക് 250 പവൻ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം കൂടെ 1000 പവൻ. ചോർന്നൊലിക്കുന്ന ഒരു വീടിന്റെ തെക്കേ പറമ്പിലൂടെ, തെക്കേ വരാന്തയിലൂടെ കൂടെ പഠിച്ച ഈ പത്രാസുകാരിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയ്ക്ക് 2 മക്കൾ പതുക്കെ ഡാൻസ് കളിക്കുന്ന ഒരു വീട് കാണിച്ചു കൊടുത്തു. ആ മൂലയിലിരുന്ന് ഡാൻസ് പഠിക്കുന്ന 2 കുട്ടികളുണ്ടല്ലോ, എൻ്റെ മക്കളാണ്. ദാറ്റ് ഇസ് മൈ ജുവൽസ്. എൻ്റെ ആഭരണങ്ങളാണ് ആ കുട്ടികൾ. 10,000 പവനുണ്ടെങ്കിലും നല്ലൊരു കുഞ്ഞുണ്ടതിന് സമമാകില്ല എന്ന വാക്ക് കേട്ടപ്പോൾ ഈ പത്രാസുകാരി നാണിച്ചു പോയി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജുവൽസാണ് മുകളിൽ ഇരുന്ന് ഇങ്ങനെ ഒച്ചെടുക്കുമ്പോൾ. അതിനപ്പുറത്ത് ഭാഗ്യങ്ങളില്ല. ആ ഭാഗ്യം ഏറ്റവും വലിയ മഹത്തരമായ ഭാഗ്യമായി കൊണ്ടാടാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എഴുതിയ പാട്ടിൻ്റെയൊക്കെ ഓരോ വരി വെറുതെ പാടാം. ഞാനാണെന്ന് അറിയിക്കാമെന്നല്ലാതെ ഇതൊന്നും എൻ്റെ ഈ സംഗീതമൊന്നും എം ജയന്റെ ഈണത്തിൽ കുറെ പാട്ടുണ്ട്. ഫസ്റ്റ് ശിവൻ ദേവസ്വയുടെ ഈണം. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ തരളമായ അനുരാഗമുഖം മുന്തിരിവാവിൽ എന്തി കിടക്കും പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീങ്ങും പ്രണയതം സമയേ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ. ഇത് നല്ല ഇണം. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവേ കിനാവാ നീ തലോടില്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴമല്ലികത്ത് നിറമീകൾ തഴുകൂ വെണ്ണിലാവേ, ചുംബകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ
എന്തിനു വെറുതെ നനയുവതിന്നി തങ്കനിലാവഴകേ കാക്കാമലേ കായ്ക്കാമരത്തിലെ ഒരു കിന്നിടിക്കാറ്റ് വന്ന് കിന്നരം നീട്ടിയതിനെ കന്നിപ്പെണ്ണെ കണ്ണുതെളിത്തേനെ അത്തുങ്കല പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ട് മോശാന പാടാം ഇനിയും ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ് സാമവേദം നാവിലുണർത്തിയ സ്വാമി തുമ്പിക്കൈയിൽ മോദകമേന്തും പുണ്യഗണപതിയേ. എണ്ണിയാൽ തീരാത്ത പാട്ടുകൾ ഒരു മുറിയിൽ നിന്ന് കൊണ്ടാടി മോദപതിറ്റാട്ട് ജീവിച്ച ഒരു സാധാരണ പാട്ടെഴുത്തുകാരനെ രാഗത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ച അഭിജാതമായ പാരമ്പര്യത്തിന് മുമ്പിൽ നമസ്കരിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം നന്മയും ഉണ്ടാവട്ടെ. നല്ലൊരു ഐശ്വര്യമുള്ള ടീച്ചർ നിങ്ങളുടെ കുട്ടികളെ ഐശ്വര്യത്തിന്റെ നെറുകിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ കലാലയവും പഠിച്ചിറങ്ങുന്നവരും ഗുരുപൂർണിമയോടെ ഗുരുത്വത്തോടെ ഒരുപാട് സ്ഥലങ്ങളിൽ തിളങ്ങട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുന്നത്. എൻ്റെ പ്രാർത്ഥന സഫലമാകും. എല്ലാവരും നന്നാവട്ടെ, ആരും കെട്ടുപോകാതിരിക്കട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിങ്ങനെയൊക്കെ കലാഭിരുചിയുള്ള ഒരാളാണല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഈ സന്ധ്യയ്ക്ക് എല്ലാ പ്രാപ്തിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. സ്വന്തം ചലച്ചിത്ര പിന്നണി ഗായകൻ നിരവധി സംസ്ഥാന അവാർഡുകൾ അടക്കം നേടുകയും ഒരു നല്ല മനുഷ്യസ്നേഹിയും നല്ലൊരു ഗായകനുമായ ശ്രീ അനൂപി കടവനത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. സദസ്സിലുള്ള മഹത്തായ ഒരുപാട് കലാരംഗത്ത് ശോഭിച്ചിരിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ എല്ലാവരെയും നമസ്കരിക്കുന്നു. ഞാനൊക്കെ സംഗീതം പഠിച്ചു തുടങ്ങിയ കാലത്ത് അധികം ആൾക്കാരെ ഒന്നും പഠിക്കാൻ പറ്റില്ല. കാരണം കലാപരമായ കാര്യങ്ങൾ കലയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പഠിത്തമൊക്കെ പോയി. അപ്പൊ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കളെയൊക്കെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവർ പഠിത്തമൊക്കെ ശരിയാവുമോ
അവരോട് എന്താണ് അച്ഛൻ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അതിനൊക്കെ മഹത്വം പറയാതിരുന്ന അമ്മ എന്താണ് വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ആദംസിന്റെ കലാ ഉപാസനയുടെ രീതിയിലെ പദവുകൾ നേരിടുക കാരണമാണ് അച്ഛൻ്റെ അമ്മത്തെ തീരുമാനം. ഏറ്റവും വേണ്ടത് അച്ഛനമ്മയുടെ അനുഗ്രഹം. മായാമാളവകളുടെ രാഗത്തില് ഒരു സ്വരം പാടുന്നത് പാടി ഉറപ്പിക്കാൻ പെട്ട പാട് ഒരു തവണ തെറ്റിക്കുമ്പോൾ 100 തവണ പറഞ്ഞു തരുന്ന ഒരു പെൺമണി സുബാന. ആ സപ്തസ്വരം പാടി ഉറപ്പിക്കാൻ, സകലപരിശകൾ പാടി ഉറപ്പിക്കാൻ, ശബ്ദപരിശകൾ പാടി ഉറപ്പിക്കാൻ പാടി 10 വർഷം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഒരു 3/4 മണിക്കൂർ പാടാൻ അവസരം കിട്ടിയത്. അത് ചോദിച്ചു വാങ്ങുമല്ല, ഒരു 10 മണി കുറച്ച് പാടി പാടാനായിട്ടില്ല, കുറച്ച് പാടിക്കുകയുള്ളൂ. അങ്ങനെയുള്ള നിഷ്ഠയോടെയുള്ള ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഗുരുവിന്റെ കൂടെ താമസിച്ചുള്ള മക്കളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആത്മബന്ധം ആണ്. മക്കളല്ല നമ്മുടെ പേര് നിലനിർത്തുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ അറിയപ്പെടുന്നത് യേശുദാസിന്റെ ഗുരുനാഥന്റെ പേര് കൂടുതൽ. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഞാൻ SSIയിലെ അധ്യാപകനാണ്. കുഞ്ഞുങ്ങൾക്ക് പാഠ്യവിഷയങ്ങളിൽ കലാപരമായ കാര്യങ്ങൾ ഒരുപാട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാരണം എന്താണെന്ന് അവർ പറഞ്ഞത്, മറ്റു വിഷയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഒരു ഭാഗം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോൾ കൂടുതൽ പഠിത്തങ്ങൾ കൂടി ചേട്ടൻ പറഞ്ഞ പോലെ സമ്പന്നതയുടെ ഉന്നതങ്ങളിലേക്ക് പോയപ്പോൾ, വലിയ മാളികകളുടെ പിറകിലേക്ക് പോയപ്പോൾ അച്ഛനെയും അമ്മയും പുറന്തള്ളി പത്തനാപുരത്തും അവിടെ ഇവിടെയൊക്കെ ഇട്ട് അവിടെയൊക്കെ ഇനിയുണ്ടല്ലോ വേക്കൻസി ഫുള്ളായി ഒരാർക്കും കിട്ടുന്നില്ല. അത്രത്തോളം സാംസ്കാരികമായി നമ്മൾ പോയിക്കഴിഞ്ഞു. തലയുടെ ഒരു ഭാഗം മാത്രം വർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ലോകത്തിൻ്റെ. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കലാപരമായി കഴിവുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അവന് 100-ൽ 50 മാർക്കുകളിൽ എടുക്കുന്നു. കാരണം അവന് കുരുട്ടുബുദ്ധിയില്ല, അവൻ ശമിക്കില്ല, അവനോട് അതിനെ നിലനിർത്താൻ കഴിയും. അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ കലയും കായികവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴേക്കും ഒരു സംസ്കാരത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് പറന്നുയരാൻ കഴിയുന്ന ഒരു മഹത്തായ മഹത്വത്തെ കണ്ടെത്താൻ കഴിയും, അവന് മാറിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ തോറ്റുപോയെന്ന് പറഞ്ഞത് ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെയും ഒരു വിഷയം തോറ്റുപോയ സപ്ലി കഴിച്ചതിന് കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന കുഞ്ഞുങ്ങളുടെയും എണ്ണം ഇനിയും കൂടരുത്. ആഞ്ഞൊന്നഴിച്ചാൽ ഒരു അധ്യാപകൻ തല്ലിയാൽ പിച്ചിയാൽ മുഴച്ച് ചുമന്ന് തുറുത്ത് കിടക്കുന്ന മാസങ്ങളോളം കൊണ്ട് നടക്കുന്ന അധ്യാപകരെ ചോദ്യം ചെയ്യാൻ വരുന്ന രക്ഷകർത്താക്കളുടെ ഉണ്ടാകരുത്. എങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങൾ നന്നാവും, നല്ല കുടുക്കന്മാരുണ്ടാകും. ഇരുട്ടിനെ അവരോധിച്ച് വെളിച്ചം പകരുന്നുണ്ടാകും. ഒരു അധികം കേട്ടിട്ടില്ല ഒരു വലിയ വിധാന സമർപ്പിക്കുന്നു. ഏതോ കഥൈ സരയൊരു ചുടുങ്ങി കവിയുടെ സാമൃതലോ നവകഥ
എനിക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടിയത് രാജീവ് രചനയിൽ അതിൻ്റെ ശക്തിയിൽ ഊർജ്ജത്തിൽ കിട്ടിയ ഒരു പാട്ട് പാടിയിട്ടാണ്. ആലപ്പി വിവേകം സാധാരണ സംഗീതം ചെയ്തത് അദ്ദേഹമാണ് എനിക്ക് നടത്തിയ അവസരം തന്നത്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ചേട്ടനോടൊപ്പം ഇരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ അനുഗ്രഹം ഇവിടെ പങ്കുവയ്ക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു വേദി. ആശകൾ കൂടാതെ കൂട്ടിൽ നിന്നും അകന്നീയൊരു തുടർയാത്ര ജീവിതം മിനക്കാതെ ഓമലിനാവുകൾ മനം നൊന്തു പിടയുമ്പോൾ മറുതീരം തേടുന്ന മനുഷ്യൻ എന്നും വിധിയുടെ കളിപ്പാവകൾ എന്നും വിധിയുടെ കളിപ്പാവകൾ. പ്രിയപ്പെട്ട രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഇവിടെ ാണ് ഈ മഹത്തായ രീതിയിൽ ഒരു പതിറ്റാണ്ടിൻ്റെ ഉപാസനയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ രീതിയിൽ റിതംസിൻ്റെ രാഗം ടീച്ചർ, എനിക്കറിയാം ടീച്ചറിൻ്റെ ഉപാസന എത്രയോ ദിവസങ്ങളൊക്കെയുള്ള ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ ടീച്ചർ കാണിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ടീച്ചറിൻ്റെ ഇത് മാത്രം മനസ്സിലിട്ട് ഉപാസിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളും ടീച്ചറുമായി നടക്കുന്ന ഉപാസിച്ച് നടക്കുന്ന ടീച്ചറിന്
ഒരു എത്ര നന്ദി പറഞ്ഞാലും എത്ര നമസ്കാരം പറഞ്ഞാലും മതിയാവില്ല. ടീച്ചറിൻ്റെ ഒരു പതിറ്റാണ്ട് ഈശ്വരൻ ദൈർഘ്യമേറിയ വീണ്ടും ശിഷ്യത്തിലേക്ക് പകർന്ന പ്രശിക്ഷണത്തിലേക്ക് പകർന്ന രാഗം അനുസൃതമായ ഒഴുകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ഒരു നിറഞ്ഞ സദസ്സ് ഉദ്ഘാടനം ചെയ്താണ് കവി ഗാനരചിതമായ രാജീവ് ആലങ്കൽ. പത്തനംതിട്ടയുടെ അവതാരിക അവതരിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ടയുടെ അഹങ്കാരമായ പിന്നണി ഗായകൻ ശ്രീ അനുവി കടവരട്ട, എൻ്റെ സഹപ്രവർത്തകർ സുഹൃത്തുക്കളായ ശ്രീ പി കെ അനീഷ്, ശ്രീമതി ശോഭ കെ മേറ്റി, ഈ പ്രസ്ഥാനത്തിൻ്റെ ഉടമ നടത്തിപ്പുകാരി പ്രിയമുള്ള രാഗം അനു, വേദിക സദസ്സിലുള്ള ബഹുമാനത്തെ പ്രിയമുള്ളവർ, ആദ്യം തന്നെ ഒരു പതിറ്റാണ്ട് നീണ്ട് ഇന്ന് പൂർത്തീകരിക്കുന്ന ഫിർദൗസിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഇന്നത്തെ അരങ്ങേറ്റ ഉത്സവത്തിൽ എല്ലാവരും ആശംസകളും ഭാവങ്ങളും ഞാൻ നേടുകയും, എനിക്ക് ഫിർദൗസ് എന്ന് പറയുന്ന പ്രസ്ഥാനമായി നേരിട്ട് ഒരു വർഷത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മകളിലൂടെ ഒരു വർഷം പഠിച്ചു. പക്ഷേ എനിക്ക് ഞങ്ങളുടെ പഴയ രാഗം മോഹൻ്റെ കുടുംബവുമായി അത് 30-35 വർഷത്തിന് മുമ്പ് ഉള്ള ബന്ധമുണ്ട്. അന്ന് നന്ദി ചെറുപ്പമായിരുന്ന ഞാനൊക്കെ മാത്രമെന്നിൽ ഇവിടെ ഒരു ബാലസഖ്യം ആരംഭിച്ചപ്പോൾ അതിലേക്ക് കടന്നു വന്ന 3 കുഞ്ഞുങ്ങളെ ഇന്ന് ഓർക്കുന്നു. രാഗം എസ് മോഹനും, റാണി എസ് മോഹനും, രാകേഷ് എസ് മോഹനും. അന്ന് ഞങ്ങളോടൊപ്പം ബാലസഖ്യത്തിൻ്റെ ഡാൻസിനായാലും പാട്ട് മത്സരത്തിനായാലും ഗ്രൂപ്പ് സോങ്ങിനായാലും ഗ്രൂപ്പ് ഡാൻസിനും ഒക്കെ ഞങ്ങളോടൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങളോടൊപ്പം പറഞ്ഞു വിട്ട ബഹുമാനപ്പെട്ട ശാന്തി ചേച്ചി ഞങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയും. ഇന്ന് കേരളത്തിലുടനീളം ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ടും അവരുടെ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കാൻ മത്സരത്തിനുമായി കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. രാഗത്തിൻ്റെ കുടുംബം വലിയ സമ്പന്ന കുടുംബമൊന്നുമല്ല, ഒരു സാധാരണ കുടുംബമാണ്. പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ള കുടുംബമാണ്. ആ പ്രതിസന്ധിക്കിടയിൽ ഈ കുട്ടികളുടെ പാഠ്യ വിഷയത്തോടൊപ്പം തന്നെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവതരിപ്പിക്കുവാനും ഒക്കെ പഠിപ്പിക്കുവാനും ഒക്കെ ആ കുടുംബം ചെയ്ത ത്യാഗം എനിക്ക് നന്നായി അറിയാം. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു കലാകാരനിക്ക് കലാതിലകപ്പട്ടം സമ്പത്തിൻ്റെ ഉന്നതി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ രാഗത്തിൻ്റെ കണ്ണീരെന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞു. സ്കൂൾ കലോത്സവത്തിലൊക്കെ കലാതിലകവും കലാപ്രതിഭയും ഒക്കെ ആകുന്ന കുട്ടികൾക്ക് MBBS-നും ഒരു ഇന്ത്യയിലെ ഉന്നത പഠനത്തിനും ഒക്കെ അഡ്മിഷൻ കിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കലാതിലകമായ അവർക്ക് സംവരണം പോലെ ഉണ്ടായിരുന്നു. ആ സംവരണത്തിന് പുറകിൽ സമ്പന്നരൊക്കെ പോയി സമ്പത്ത് കൊടുത്ത് ജഡ്ജസിനെ സ്വാധീനിച്ച് കലാതിലക പട്ടം ഒക്കെ നേടിക്കൊണ്ട് പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ രാഗത്തെയും നമുക്ക് കരുതിയത്. തീർച്ചയായും ആ കുടുംബത്തിൻ്റെ ആ ത്യാഗമാണ് ഇനി ഇതുപോലെ ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുവാനും വളരെ വിജയകരമായി 10 വർഷക്കാലം കൊണ്ടു നടക്കാനും കഴിഞ്ഞത് എന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ കൈ പിടിച്ച് മത്സരങ്ങൾക്ക് വന്നിട്ടുള്ള രാഗം എസ് മോഹൻ ഇതുപോലെ ഒരു കലാരംഗത്ത് ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളൊക്കെ അധികം അഭിമാനിക്കും. തീർച്ചയായും ഈ ഒരു പ്രസ്ഥാനം നാൾക്ക് നാൾ ഉന്നതിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കവുമില്ല. ഒട്ടനവധി കലാകാരന്മാരെയും കലാകാരികളെയും ഈ സമൂഹത്തിന് പ്രദാനം ചെയ്യുവാൻ, പ്രത്യേകിച്ച് പത്രത്തിൽ പ്രദാനം ചെയ്യുവാൻ ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. ഈ പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി സിന്ധു KS,
പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലിംഗൻ, മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള പ്രിയ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ അനുവി കടനട്ട, ആശംസ അർപ്പിച്ച അഗസ്ത്യ രമൺ ശേഖാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഏബൽ മാത്യു, നഗരസഭാ കൗൺസിലർ ശ്രീമതി ശോഭ കെ മാത്യു, ഇതിൻ്റെ ഡയറക്ടർ ശ്രീമതി രാഘവ് അനൂപ്, സ്വാഗതം ആശംസിച്ച ശ്രീമതി ജ്യോതി കെ നായർ, ബഹുമാനികളെ പ്രിയപ്പെട്ടവർ, റിതം സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ 10ാമത് വാർഷികമാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ ബഹുമാനായ ഉദ്ഘാടന ക്ലാസ്സിൽ നടക്കുമ്പോൾ വളരെ വിശദമായി സംസാരിച്ചു. ഇവിടെ കുഞ്ഞുങ്ങളെ അടക്കമുള്ള പല പ്രോഗ്രാമുകളും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വേദി നീണ്ട ഒരു പ്രശ്നത്തിന് പ്രസക്തിയില്ലാതെ പ്രിയപ്പെട്ട ത്യാഗത്തെ സംബന്ധിച്ചും ത്യാഗത്തിൻ്റെ കുടുംബമായിട്ടൊക്കെ തന്നെ എൻ്റെ പിതാവിൻ്റെ കാലം മുതലേ നല്ലൊരു ബന്ധം. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രദേശത്താണ് ഈ സംരംഭം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് മുമ്പേ ശ്രീ ഏബൽ മാത്യു സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുടനീളം തന്നെ വളരെ പ്രശസ്തമായ പ്രവർത്തനങ്ങളായിട്ടാണ് ശ്രീരാമന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധമായ ആശംസ നടന്നു പേരുകളൊന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനെ ശ്രീമതി ശോഭ കെ മാത്യു. അരങ്ങേറ്റ ഉത്സവത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ശ്രീമതി സിന്ധു കെ എസ്, ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കവിയും ഗാനരചയിതാവുമായിരിക്കുന്ന ശ്രീ രാജീവ് ആലിംഗൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ അനുവി കടമനിട്ട, എൻ്റെ സഹപ്രവർത്തകരായ കൗൺസിലേഴ്സ് ശ്രീ ഏബൽ മാത്യു, ശ്രീ പി കെ അനീഷ്, ഏറ്റവും പ്രിയങ്കരിയായ റിതംസിൻ്റെ ഡയറക്ടർ അഡ്വക്കേറ്റ് രാഘവ് അനൂപ്, ഏറ്റവും പ്രിയപ്പെട്ടവർ, ഒത്തിരി സന്തോഷം വീണ്ടും നിങ്ങളുടെ ഈ വർഷത്തെ അരങ്ങേറ്റ ഉത്സവത്തിൽ വരുവാൻ, ഈ വേദിയിൽ നിന്ന് 2 വാക്ക് സംസാരിക്കുവാനും കിട്ടിയ അവസരത്തിലാണ്. കാരണം ഞാനിവിടെ ഓർക്കുകയായിരുന്നു, പത്തനംതിട്ടയുടെ അഹങ്കാരമായ ശ്രീ അനുവി കടമനിട്ട സർ, അതുപോലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട രാജീവ് ആലിംഗൻ സർ. കാരണം ഇവരുടെ മുന്നിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമാണ്. കാരണം ഇവിടെ പാട്ടുകളൊക്കെ പാടിയപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പാട്ടുകളെല്ലാം അറിയാം, പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഗാനരചയിതാവിനെ ഒന്ന് കാണുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം നമ്മൾക്കെപ്പോഴും നമ്മുടെ പാട്ടുകളോട് നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ല എഴുതിയതാരാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷെ രാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകളെ തേടിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവരുവാനും അനേകർക്ക് പരിചയപ്പെടുത്തുവാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി അഭിനന്ദിക്കുന്നു. അതിനേക്കാളുപരി അനീഷിയുടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭാഗത്താണ് റിതംസ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. അവിടെ ഒരുപാട് കുട്ടികൾ വന്ന് കലാപരമായ നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം 10ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഒരുപാട് കലാകാരികൾ പലയിടത്തുമായിട്ട് വരുന്നതുകൊണ്ട് ആ ഭാഗം ശനിയാഴ്ച ദിവസങ്ങളിൽ വളരെ തിരക്കേറിയ ഒരു റോഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നന്നൂക്കാട് നോർത്ത് YMCA എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്.
ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും പറയുന്നത് പോലെ എല്ലാവിധ പിന്തുണയും ഈ സെന്ററിന് ഉണ്ടാകും. ഞങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിരിക്കുന്ന പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് കാണുവാനായിട്ട് നിങ്ങൾ അക്ഷമരായിട്ട് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രസംഗങ്ങളൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഡയറക്ടർ രാഘവനും കുട്ടികളും റിതം സെന്ററും ഒക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്താനായി ഞങ്ങളുടെ പ്രിയങ്കരിയായ അധ്യാപിക അഡ്വക്കേറ്റ് രാഘവൻ ആനന്ദിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഏതൊരു ചടങ്ങിനായാലും എന്ത് കാര്യത്തിനായാലും നമ്മൾ പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴിയുന്ന സമയത്ത് നന്ദി പറയുക എന്ന് പറയുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരാളാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഇത് നന്നായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രചോദനമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഈ ചെയ്തുകൊണ്ട് എനിക്കൊരുപാട് ഉപകാരപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നതും നമുക്ക് ആ ഉപകാരം ചെയ്തു തരുന്ന ആൾക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നന്ദി പറയുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് നമ്മുടെ ജ്യോതിയാണ്. നമ്മുടെ ജ്യോതി എന്ന് പറയുന്നത് നമ്മുടെ നൃത്തംസിലെ അംഗമായതുകൊണ്ട് തന്നെയാണ്. എൻ്റെ ലക്ഷ്മിയുടെ അമ്മയായിരുന്നു. എനിക്ക് എപ്പോഴും എന്നോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ്. വളരെ മനോഹരമായി കൃത്യമായി ഓരോരുത്തരെയും എടുത്ത് ഓരോരോ സൂക്ഷ്മ കാര്യങ്ങൾ പോലും പറഞ്ഞ് നമുക്ക് സ്വാഗതം പറഞ്ഞ ജ്യോതിക്ക് വളരെയധികം സന്തോഷവും സ്നേഹവും ഋതംസിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും. അടുത്തത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത രാജീവ് ആലിംഗൽ സാറാണ്. സാറിന് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. കാരണം സാറിന്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് എത്തപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെങ്കിൽ ഇടയ്ക്കൊരു ദൂതനെ പോലെ നമ്മുടെ അനിൽച്ചേട്ടൻ നിങ്ങൾക്ക് പരിചയം കാണും. നമ്മുടെ സൗണ്ടൊക്കെ ചെയ്യുന്ന അനിൽച്ചേട്ടനാണ്. അനിൽച്ചേട്ടൻ നല്ലൊരു ഗായകനാണ്. ചേട്ടൻ പാട്ടുണ്ടെന്ന് നമുക്ക് ആസ്വദിക്കാം. എല്ലാ വർഷവും നമ്മൾ ചേട്ടൻ പാട്ട് ബുക്ക് ചെയ്യാറുണ്ട്. ഫ്രീ ആയിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാൻ പറ്റുന്നൊരവസരമാണ്. അനിൽച്ചേട്ടൻ മുഖാന്തരമാണ് എനിക്ക് രാജീവ് ആലിംഗൽ സാറിനെ പരിചയം ആവുന്നത്. ഞാനും ഹസ്ബൻഡ് കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ വർഷങ്ങളായി പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് നമ്മളെ സ്വീകരിച്ചിരുത്തി സംസാരിച്ച് ഒരു ബുക്കൊക്കെ ഗിഫ്റ്റായിട്ട് തന്ന. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഉയരങ്ങളിലേക്ക് ചെല്ലുന്തോറും എളിമ ഉള്ള കലാകാരെന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും ദൈവത്തിൻ്റെ കയ്യിലുള്ളവരാണ്. ആ കലാകാരൻ ഇന്ന് നമ്മളോടൊപ്പം ഒരു വ്യക്തി നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ല വാക്കുകൾ സംസാരിക്കുമ്പോൾ പോലും വളരെ മനോഹരമായി ചിട്ടയോടുകൂടി അടുക്കിയ രീതിയിലായിരുന്നു സംസാരം. നമ്മുടെ ഈ ഒരു ചടങ്ങ് വളരെ ധന്യമായ ഒരു നിമിഷമായിരുന്നു. വളരെ സന്തോഷം സാറ് ഈ ഒരു ചടങ്ങിൽ എത്തിയതിൽ ഋതംസിന്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് പറയുന്നു. അതിൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ട് വന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ്. സാറിൻ്റെ മകൻ വന്നിട്ടുണ്ട്. മകൻ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ തോന്നും എന്താണെന്നല്ലേ? നമ്മുടെ ബാബു ആനന്ദിന്റെ ചെറുപ്പം അഭിനയിച്ച ഒരു കുഞ്ഞു താരമാണ്. മോനൊന്ന് എണീറ്റ് നിൽക്കാവോ? അപ്പോൾ ശരിക്കും വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് വീട്ടിൽ വരുന്നവരോട് പെരുമാറേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വ്യക്തിയാണ്. വളരെ സാധാരണ കുട്ടികൾ നമ്മൾ ആരെങ്കിലും വീട്ടിൽ ചെന്ന് മൊബൈൽ നോക്കിയിരുന്ന സമയം കളയുകയേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് ഫോട്ടോയും സാറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അപ്പം തന്നെ ഫോർവേഡ് ചെയ്ത് നല്ലൊരു മകൻ. വളരെ സന്തോഷം മോനെ ഈ ചടങ്ങിൽ വന്നതിൽ. അടുത്തത് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയ അനൂപി കടമ്പേട്ട സാറാണ്. സാർ എന്ന് പറയുന്നത് വളരെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ രീതി ആയതുകൊണ്ടാണ് സാർ എന്ന് സംബോധന ചെയ്തത് നമ്മുടെ എല്ലാം സ്നേഹമുള്ള അനുചരൻ. അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയുടെ അഹങ്കാരം എന്ന് തന്നെ പറഞ്ഞു. അത് പത്തനംതിട്ടയുടെ ചെറിയ അഹങ്കാരമല്ല, ഒരു വലിയ അഹങ്കാരം. ഈ ഒരു ചടങ്ങിനെ
തന്റെ ശബ്ദമാധുര്യം കൊണ്ട് വളരെയധികം അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് നയിച്ച അനൂപി കടമറ്റ സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ വളരെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഋതംസിന്റെ പേരിലും ഞാൻ പറയുന്നു. പിന്നീട് നമുക്ക് ആശംസ അറിയിച്ച ഏബൽ മാത്യു എന്ന് പറയുമ്പോൾ എൻ്റെ വായിൽ ഏബിച്ച എന്ന് മാത്രമേ വരത്തുള്ളൂ. ഏബിച്ചൻ പറഞ്ഞു, വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങളെ ഒരുപാട് വേദികളിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മുടെ മാത്രം ഒരു കഠിനാധ്വാനമൊന്നുമല്ല, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. എന്നെ ഈ ഒരു നിലയിൽ നിർത്തിയതിൽ ഏറ്റവും പങ്ക് വഹിച്ച എൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കൊച്ചിനെ എന്നെ കൊണ്ടു നടന്ന അല്ലെങ്കിൽ മത്സരവേദികളിലൊക്കെ കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഒരു പ്രധാന വ്യക്തി തന്നെയായിരുന്നു ഏബൽച്ചാൻ. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏബൽച്ചാൻ ഒക്കെ അതിൻ്റെ ഒരു അവകാശം പറയാം. കാരണം എന്നെ അതുപോലെ വേദികളിലെല്ലാം മത്സരങ്ങളിൽ കൊണ്ടുപോയി കാത്തു നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഏബൽച്ചാൻ വന്ന എൻ്റെ സ്ഥാപനത്തിന്, നമ്മുടെ സ്ഥാപനത്തിന് ഒരു ആശംസ പറയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഏബൽച്ചാന് എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ റിതംസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. പിന്നീട് നമ്മളുടെ രണ്ടുപേരുടെ ഞാൻ ഒന്നിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ കൗൺസിലർമാരായ PK അനീഷും അതുപോലെ ശോഭാത്യനും ഋതംസിന്റെ കാവൽ മാലാഖമാരെ പോലെയാണ് ഞാൻ അവരെ കാണുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഋതംസ് ഇപ്പോൾ 10 വർഷമായി. ഇവർ രണ്ടുപേരും മാറിയായിരിക്കും നമ്മുടെ ഭാഗത്തെ കൗൺസിലേഴ്സ്. നമുക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ ആ നിമിഷം തന്നെ നമ്മൾക്ക് വന്ന് സഹായം ചെയ്തു തരുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഞാൻ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെയാണ് ഋതംസിന്റെ കാവൽ മാലാഖമാർ. അവർ അവിടെ ഉള്ളത് തന്നെയാണ് എൻ്റെ ഒരു ധൈര്യവും. 2 പേരോടുമുള്ള സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനവും ഈ ഒരു അവസരത്തിൽ ഋതംസിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സമർപ്പിക്കുന്നു. ഇനി എനിക്ക് മുമ്പിലുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത്രയും ക്ഷമയോടെ ഇത്രയും വാക്കുകളെല്ലാം കേട്ടു തരുന്ന ഓരോരുത്തരുമുള്ള സ്നേഹം ഈ ഒരു അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. ബാക്കിയുള്ള നമുക്ക് മെയിൻ ചടങ്ങുകൾ കഴിയുമ്പോൾ നമുക്ക് ഒരിതുണ്ട്. ആ സമയത്ത് ഞാൻ ഡീറ്റെയിലായിട്ട് എല്ലാവരെയും ഞാൻ ഓർക്കുന്നതായിരിക്കും. നമ്മളുടെ കാത്തിരുന്ന ചടങ്ങ് ഉടൻ തന്നെ ഉണ്ട്. അതായത് ഭരതനാട്യം മോഹിനിയാട്ടത്തിൻ്റെ അരങ്ങേറ്റം. എല്ലാവരും അനുഗ്രഹം ചൊല്ലുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ ചടങ്ങിനെ ധന്യമാക്കിയ എല്ലാ മഹത് വ്യക്തികളോടുള്ള നന്ദിയും സ്നേഹവും എൻ്റെ തുറന്ന മനസ്സോടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.